പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത സഭാധ്യക്ഷന്മാർക്കെതിരെ വിമർശനവുമായി മർത്തോമാ സഭ അമേരിക്കൻ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ്. പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങ് മനോഹരമായ പരിപാടിയായിരുന്നു. മണിപ്പൂർ പോലെയുള്ളത് നിരന്തരമായി നടക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട വിധത്തിൽ ധൈര്യത്തോടെ ബന്ധപ്പെട്ടവരോട് പറയാൻ കഴിയണമെന്നും മർത്തോമാ സഭ അമേരിക്കൻ ഭദ്രാസനാധിപൻ പറയുന്നു. മണിപ്പൂരിനെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നിശ്ചയമായും അവിടെയുള്ള ജനങ്ങളുടെ വേദന. ആ ഡൽഹിയിൽ സമ്മേളിച്ചപ്പോഴും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പ്രസംഗമധ്യേ പറയാമായിരുന്നു, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഗാദറിംഗ്, അവർ PM is with us, it's a wonderful experience, but our heart is burning. അവരെന്നെ പറയാഞ്ഞത് എന്നുള്ള ചോദ്യം ഇന്ന് സമൂഹം ഉന്നയിക്കുകയാണ്. മണിപ്പൂരിലെ ജനങ്ങൾ അവരെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ നാവടങ്ങിപ്പോയെങ്കിൽ നിശ്ചയമായും നമ്മൾ സൗകര്യാർത്ഥം നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ്. അതിൽ നിന്ന് സഭ വിട്ടു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിമതം. നിശ്ചയമായും ഭാരതത്തിൻ്റെ തിരുത്തൽ ശക്തിയായി ക്രൈസ്തവ സമൂഹം, വിശ്വാസ സമൂഹം ബൈ ആൻഡ് ലാർജ് നിൽക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. CK അഭിലാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. അഭിലാൽ, വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കൻ ഭദ്രാസനാധിപന്റെ ഈ വാക്കുകൾ ഏത് വേദിയിലായിരുന്നു? മർത്തോമ സഭ അടൂർ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ യോഗത്തിൽ സംസാരിക്കവെയാണ് അമേരിക്കൻ ഭദ്രാസനാധിപനായിട്ടുള്ള എബ്രഹാം മാർ പൗലോസ് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും മൗനം പാലിക്കുകയും ചെയ്ത സഭാപ്രതിനിധികൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുത്ത സഭാപ്രതിനിധികളെ അദ്ദേഹം വിമർശിക്കുന്നില്ല, ആ അതിൻ്റെ ഭാഗമായതിനെ വിമർശിക്കുന്നില്ല. എന്നാൽ അനുയോജ്യമായ ഒരു ചടങ്ങിൽ പ്രതിഷേധം അറിയിക്കാൻ ഉള്ള അവസരം അവർ കൃത്യമായി ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള വിമർശനമാണ് അദ്ദേഹം പൊതുയോഗത്തിൽ അല്ലെങ്കിൽ കൺവെൻഷനിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കുന്നു, പ്രധാനമന്ത്രി നമുക്കൊപ്പമുണ്ട്. പക്ഷേ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ എരിയുകയാണ് എന്നുള്ള തരത്തിൽ തങ്ങൾക്കുള്ള പ്രതിഷേധവും ഈ വിഷയത്തിൽ സർക്കാരിനോടുള്ള വിയോജിപ്പും അറിയിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു സന്ദർഭമാണ് അവർ പാഴാക്കി കളഞ്ഞത് എന്നുള്ള വിഷയമാണ് ബിഷപ്പ് ഉന്നയിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിലൊക്കെ കൊള്ളാം, പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്ന പരിഭവമാണ് അമേരിക്കൻ ഭദ്രാസനാധിപൻ ഓർമ്മിപ്പിക്കുന്നത്.